ദാനിയേലിന്റെ പ്രവചനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന ഈ വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ദൈവം ദാനിയേലിനെ വിളിക്കുന്ന ഒരു പേരാണ് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട എന്ന് കാണാൻ കഴിയും. ഒരു വ്യക്തിയെ ദൈവം വിളിക്കുകയാണ് ഏറ്റവും പ്രിയ പുരുഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ദാനിയേലിന്റെ രഹസ്യ ജീവിതം ദൈവത്തിന് പ്രസാദമായിരുന്നു. ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ദൈവത്തോടുള്ള തന്റെ വിധേയത്വം ക്രമാതീതമായിരുന്നു. മനുഷ്യരുടെ മുമ്പാകെ താൻ പ്രകടനത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ ദൈവം കാണുന്നു എന്നുള്ള ബോധ്യത്തിൽ താൻ ജീവിക്കുവാനിടയായി. ആ ഒരു വിധേയത്വമാണ് ദൈവം തന്നെ ഏറ്റവും പ്രിയ പുരുഷ എന്ന് വിളിക്കുവാൻ കാരണമായി തീർന്നത്. നമ്മെ ദൈവം വിളിക്കുകയാണെങ്കിൽ എങ്ങനെ വിളിക്കും? നമുക്ക് ദൈവത്തോടുള്ള മനോഭാവം എന്താണ്? ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിലുള്ള മനോഭാവം എന്താണ്? നാമും ദൈവത്തിന്റെ പ്രിയ പുരുഷന്മാരാണോ? നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം.